ഒരു ശാപം കിട്ടി. ആ ശാപത്തിൽ നിന്ന് ഭഗവാൻ മുക്തമായ കഥയാണ്. ഒരിക്കല് സമ്പാദികളായിട്ടുള്ള മക്കള് ഭഗവാന് കല്യാണമൊക്കെ ചെയ്യാതെ കഴിച്ചു. എത്ര ഭാര്യമാരുണ്ടല്ലോ നിന്നാണ്? എത്ര ഭാര്യമാരുണ്ടാവുന്നു? കല്യാണത്തിന് വിളിക്കാതെ ഞങ്ങൾ എങ്ങനെ അറിയുന്നല്ലേ? 16,008 ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതില് 8 എണ്ണത്തിനെ ഭഗവാൻ കെട്ടിയിട്ടുള്ളൂ. 16,000 കെട്ടിയിട്ടില്ല. 16,008 16,108 പറയുന്നു. അതിലാദ്യം വിവാഹം കഴിക്കുന്ന ആളാണ് രുക്മിണി. പിന്നെ സത്യഭാമയെ കഴിക്കുന്നുണ്ട്, ജാമ്പവതി വിവാഹം കഴിക്കുന്ന. ഓരോ സാഹചര്യത്തിൽ ഓരോരുത്തര് ഭഗവാനിലേക്ക് വന്ന് ശരിയാണ്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഓരോ ഭാര്യമാരിലും 10 മക്കളുണ്ടായിരുന്നു. ഒരു ക്ഷാമം ഉണ്ടാക്കിയില്ല ഭഗവാൻ. 4,000 കോടി ആചാര്യന്മാരുണ്ടായിരുന്നു എന്നാ പറയണേ യദുകുലത്തില്, അധ്യാപകന്മാരായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആ യദുകുലം അപ്പൊ എത്രമാത്രം വളരെ ശ്രേഷ്ഠമാണെന്നല്ലെങ്കിൽ എത്രമാത്രം വലുതാണെന്നുള്ളത് ഓർക്കണം. അപ്പൊ എന്തായാലും കുട്ടികളൊക്കെയായി. ഇടയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടെ ഒരു സല്ലാപം ഒക്കെ ഉണ്ട്. സല്ലാപം അല്ല, ഒരു ചെറിയ സൗന്ദര്യ പിണക്കം. ഈ കല്യാണമൊക്കെ കഴിച്ചു കൊണ്ടുവന്നപ്പോ രുക്മിണിയുടെ മനസ്സെന്താണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു തമാശ രൂപേണയാണെങ്കിലും ഭഗവാൻ പറയുന്നുണ്ട്, രുക്മിണി നീ വേണേ പൊക്കോ. കാരണം നിന്നെ അന്നേരം കൊണ്ടുവന്നത് ഈ ശിശുപാലനെയൊക്കെ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് വലിയതുണ്ടായിട്ട് കല്യാണം കഴിച്ചുകൊണ്ടൊന്നും അല്ല. തന്നെയല്ല, നീ രാജകുമാരിയാണ്. എന്റെ കൂടെ ജീവിച്ചാൽ ആ രാജകുമാരിയുടേതായ സൗഭാഗ്യങ്ങളിലൊന്നും ജീവിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നീ വേണേ ശിശുപാലന്റെ കൂടോ ആരുടെ കൂടെ വേണേലും പൊക്കോ. എനിക്ക് അതിനകത്ത് സങ്കടമൊന്നുമില്ല. നിന്റെ സന്തോഷമായി എന്റെ സന്തോഷം. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ ഭാര്യമാര് പണ്ടേ രക്ഷപ്പെട്ടു പോയി അല്ലേ? നിന്റെ സന്തോഷം എന്റെ സന്തോഷം, നീ എന്താന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞിരുന്ന എത്ര പേര് രക്ഷപ്പെട്ടില്ലേ? എന്തായാലും ഭഗവാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഭജിക്കുന്നവര് ഒന്നും ഇല്ലാത്തവര്, പിച്ചക്കാരാ, ഒരു ഗതിയും പരഗതി ഇല്ലാത്തവരാണ് എന്നെ ഭജിക്കുന്നത്. തന്നെയല്ല, എനിക്ക് രാജ്യങ്ങളൊന്നും തന്നെ ഇല്ല, ഭരണപ്രസാരത്തൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഒന്നുമില്ലാത്ത എന്റെ കൂടെ നീ ഒരു രാജകുമാരിയായിട്ട് ജീവിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പൊക്കം എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം രുക്മിണി ദേവി പറയുന്നുണ്ട്, എന്ത് വന്നാലും വേണ്ടില്ല, ഇയാളെ കൂടെ ഞാന് പോകുന്നുണ്ട്, ഇയാളെ കൊണ്ടേ പോകും എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഭഗവാനെ അത്രമാത്രം ഉള്ളിലേക്ക് കയറ്റിയവളാണ് രുക്മിണി. അപ്പൊ അങ്ങനെ ഓരോ ഭാര്യമാരിലും 10 മക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ കുട്ടികളെല്ലാം കൂടി ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പൊട്ടക്കിണറിന്റെ അരികിലേക്ക് ചെന്നോളാണ്. ഈ പൊട്ടക്കിണറിന്റെ അരികിൽ ചെന്നപ്പോ അതിനകത്ത് വിശേഷാൽ ഒരു ഊന്ത് കിടക്കുന്നത്. ഈ ഊന്തിനെ കുട്ടികൾ പിടിക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിലും പറ്റുന്നില്ല, അത് പിടികൊടുക്കണില്ല. അപ്പൊ ഓടി ഭഗവാന്റെ അരികിൽ ചെന്നു, മക്കളല്ലേ പിതാവേതാ അവിടെ കിണറ്റില് ഒരു ഊന്ത് കിടക്കുന്ന ഒരു വിശേഷപ്പെട്ട ഊന്ത്, പ്രത്യേക രസമാണ് കാണാനല്ലേ. ഞങ്ങളെ പിടിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല, വരാൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു മനുഷ്യ ജീവിതത്തില് ഒരു മനുഷ്യൻ ഏതെല്ലാം റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഏത് വിധത്തിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. ഒരു മകന്റെ ധർമ്മം, ഒരു ഭർത്താവിന്റെ ധർമ്മം, ഒരു പിതാവിന്റെ ധർമ്മം, കാമുകന്റെ ധർമ്മം, ഇങ്ങനെ ഭരണകർത്താവിന്റെ ധർമ്മം, ഇങ്ങനെ എല്ലാം തന്റെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഉപദേശിയായിരുന്നില്ല ഭഗവാൻ. പറയുന്ന ഉപദേശം മുഴുവൻ അത് തന്റെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഭഗവാൻ ചെയ്തിട്ടുള്ളത്. അല്ല നീ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ പോയിക്കണം.
അത്ര ശ്രേഷ്ഠമായ രീതിയിൽ തന്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചു കൊടുത്ത് അത് പഠിക്കാൻ വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ വെച്ചു കൊടുത്തവനാണ് ഭഗവാൻ. എന്തായാലും പിതാവ് എന്നുള്ള നിലയ്ക്ക് മക്കൾ വിളിച്ചപ്പോ ഓടി അവിടെ ചെന്നു. നോക്കിയപ്പോ ഒരു സാധാരണ ഒരു ഒന്നല്ല, അതിനെ എടുത്ത് കരയിലേക്ക് വെച്ചപ്പോ ഒരു ദിവ്യമായ രൂപമുണ്ടായിരുന്നു. ഭഗവാൻ അറിയാം ഇത് ആരാണെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും ചിലരെ ചിലത് ബോധിപ്പിക്കണമെങ്കിൽ അവിടെ നാടകം കളിച്ചേ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ ചോദിച്ചു, ആരാണ്, എന്താണ് ഇങ്ങനെ ഈ ഒരു ഓന്തിന്റെ രൂപത്തിൽ ഇവിടെ കിടക്കാനുണ്ടായ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹേ ഭഗവൻ, എല്ലാം അറിയുന്നവനാണെന്ന്, ലൗകികനാഥനാണ്, അങ്ങയോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. അങ്ങനെ വേണമെന്ന ഒരു കാര്യം ചോദിച്ചാല് അതിന് മറുപടി പറയണം. അല്ലെ നമ്മുടെ സംസ്കാരമല്ല, ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കാത്ത ഭാവത്തിൽ തിരിച്ചു പോകാൻ പാടില്ല. അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കണം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, എന്റെ പേര് നൃഗൻ എന്നാണ്. ഞാൻ രാജാവായിരുന്നു. എനിക്കൊരു ശീലമുണ്ടായിരുന്നു, മഴത്തുള്ളികൾ എണ്ണി പശുക്കളെ ദാനം ചെയ്യാൻ. ബ്രാഹ്മണർ, ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. പൂണൂല് ഇട്ടത് കൊണ്ട് ബ്രാഹ്മണനാണില്ല. അത് ഒരു ജീവിതത്തിന്റെ ആ ഒരു യാത്രയിലെ ഒരു വഴിത്തിരിവാണ്. ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ് ഈ ഉപനയനം അല്ലെങ്കിൽ പൂർണ്ണ കർമ്മം എന്നൊക്കെ പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാല് ബ്രഹ്മജ്ഞാനിയായിരിക്കണം, ഈശ്വരനെ അറിഞ്ഞ് അനുഭവിച്ചവനായിരിക്കണം ബ്രാഹ്മണൻ. താൻ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളെ ബൃഹത്തായിട്ട് മറ്റുള്ളവനിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നവനാവണം. പിന്നെയോ അഹങ്കാരം ഒട്ടും തന്നെ ഇല്ലാത്തവനായിരിക്കണം. തന്റെ കൈകൾ കൊണ്ട് യാതൊരു വിധമായ ദുഷ്കർമ്മങ്ങളും മറ്റൊരാൾക്ക് ചെയ്യാത്തവനായിരിക്കണം. അർത്ഥത്തിനോട് മോഹമുണ്ടാവാൻ പാടില്ല. ആരെയും ദ്വേഷിക്കാൻ പാടില്ല. കിട്ടുന്നതിൽ തൃപ്തിയുള്ളവനായിരിക്കണം. സദാ ഈശ്വര ചിന്തയോടുകൂടി ശുദ്ധമായ മനസ്സുള്ളവനായിരിക്കണം. ഇങ്ങനെയൊക്കെ ഒത്തുവന്നാൽ ആ ആളിനെ വിളിക്കുന്ന പേരാണ് ബ്രാഹ്മണൻ. തന്നെയുമല്ല, വേദം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. പഠിച്ചാൽ മാത്രം വേണം. മറ്റേത് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ജന്മത്തിന്റെ രണ്ടാം ഘട്ടം, അതാണ് ദ്വിജൻ എന്ന് പറയുന്ന ഘട്ടം. രണ്ടാമത് ജന്മം കിട്ടിയത്, അതിനാണ് ഉപനയന കർമ്മം നടത്തുന്നത്. അപ്പോ ഇവിടെ ബ്രാഹ്മണർക്ക് പറഞ്ഞാൽ ആത്മജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക് കറവയുള്ള പശുക്കളെ കുട്ടികളോടൊപ്പം ദാനം ചെയ്യാം. അത് വെറുതെ കൊടുക്കല്ല, കൊമ്പിൽ സ്വർണം കെട്ടിട്ടാവും. അത് ഉണങ്ങിയ പശുക്കളെയൊന്നും അല്ല, നല്ല തടിച്ചു കൊടുത്ത പശുക്കളെ ദാനം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ദാനം ചെയ്യാവുന്ന. നമ്മളൊക്കെ വല്ലവർക്കും വല്ലതും കൊടുത്താൽ, ഒരു വസ്ത്രം കൊടുത്താൽ നമ്മളെ എടുത്ത് നോക്കി ഇതേനും നമ്മ കൊടുത്തോണ്ട് പോകാൻ കൊള്ളാത്തതാണെങ്കിൽ എന്നിട്ട് എന്താ പറയും, അത്ര പഴകിയതൊന്നും അല്ല, പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒന്ന് രണ്ട് പൊട്ടുപോലത്തെ കീറിയാണ്,
വായിച്ചാൽ തീർന്ന കേസുള്ളൂ. നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതൊന്നും മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ പാടില്ല. കയ്യസങ്ങൾ പറഞ്ഞു, ദാനത്തെ ചെയ്യുമ്പോൾ വിഷ്ണുബുദ്ധിയാണ് ദാനത്തെ ചെയ്യും. ഈശ്വരന് കൊടുക്കുന്നത് പോലെ നാരായണങ്കിൽ സമർപ്പിക്കണ ഭാവത്തിൽ വേണം ദാനത്തെ കൊടുക്കാൻ. അല്ലെ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ദാനം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം ചെയ്യുന്നവൻ മേടിക്കുന്നവന്റെ പാപത്തെ സ്വീകരിക്കാൻ കഴിയുന്നു. എന്തിനാ ഈ ദാനം കൊടുക്കണേ? നമ്മുടെ പാപത്തെ നശിപ്പിക്കാൻ വേണ്ട. ദാനം സ്വീകരിക്കുന്നവൻ ഏതൊരുവരാണോ കൊടുക്കുന്ന അവന്റെ പാപത്തെ സ്വീകരിക്കലാണ് ദാനം മേടിയിരിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ 1 രൂപ എന്റെ കയ്യിൽ കൊണ്ട് തന്നാൽ, ഞാനത് കൈ വാങ്ങിയാൽ അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ പറഞ്ഞാൽ, അത് നിങ്ങളുടെ ദുരിതത്തെ സ്വീകരിക്കലാണ്. അപ്പോ ആ ദാനത്തെ സ്വീകരിക്കുമ്പോ അനുഗ്രഹിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാവണം. അതുകൊണ്ടാണ് എന്തെങ്കിലും ഇങ്ങോട്ട് മേടിച്ചാല് ഞാനൊന്ന് കാണിക്കില്ലേ? കണ്ടിട്ടില്ലേ? ഇങ്ങനെ കാണിക്കണമെന്നാ. പക്ഷെ ഇപ്പൊ അങ്ങനെ കാണിക്കൂല. എങ്ങനെ പിടിക്കും? 10 നിനക്കും 2 എനിക്കും. അല്ലെ എന്താ കുഴപ്പം? തറയെ പോ. ഒരു ദാനത്തെ സ്വീകരിച്ച് കൈ ഉയർത്തി അനുഗ്രഹിച്ചാൽ ആ പാവം തീരണമെങ്കിൽ 1008 ഏറ്റവും കുറഞ്ഞത് ഗായത്രി ജപിക്കണമെന്നാണ്. എന്നോട് സമയമൊന്നും ഇന്നത്തെ കാലത്ത് കിട്ടൂല. അതുകൊണ്ട് ആ 2 നിലനിർത്തിക്കൊണ്ടേ കൊടുക്കും. അതുകൊണ്ട് ഏത് കർമ്മം ചെയ്താലും ഒരു 75-80% വരെയൊക്കെ ഇതിന്റെ ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. 100% ഒന്നും പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല. എന്തായാലും ഇവിടെ മൃഗൻ അങ്ങനെ ദാനം ചെയ്തു നല്ല പാലുള്ള പശുക്കളെ കുട്ടികളോടൊപ്പം ചേർത്ത് കൊമ്പില് സ്വർണം കെട്ടിക്കൊടുക്കണം. അത് മഴത്തുള്ളികൾ എണ്ണീട്ട് കൊടുക്കുന്ന. ഒരു മഴ പെയ്താൽ എത്ര മഴത്തുള്ളി ഉണ്ടോ അത്രയും മഴത്തുള്ളി എണ്ണീട്ടാണ് കൊടുക്കാൻ. മഴത്തുള്ളി എണ്ണാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ യാതൊരുവിധ ലോഭവും കൂടാതെ വളരെ അധികമായ രീതിയിൽ ദാനത്തെ ചെയ്യുന്നു. ദാനം ചെയ്യുമ്പോൾ ലോഭം കൂടാതെ ചെയ്യണം. അങ്ങനെ ഒരു ദിവസം ഒരു ബ്രാഹ്മണന് കൊടുത്ത ഒരു പശു ഈ ബ്രാഹ്മണന്റെ തൊഴുത്തിൽ നിന്നും കെട്ടഴിച്ച് നേരെ മൃഗന്റെ തൊഴുത്തിൽ വന്നു. ആ പശുവിനെ പിറ്റേ ദിവസം മറ്റൊരാൾക്ക് ദാനം ചെയ്യും. ദാനം കൊടുത്ത മുതൽ തിരിച്ചെടുക്കാൻ പാടില്ല. ആർക്കെന്ത് കൊടുത്താലും തിരിച്ചു പറഞ്ഞിരുന്നതെന്ന് മാത്രമല്ല, എപ്പോഴും അത് പറഞ്ഞുകൊണ്ട് അവരോട് എന്ത് പറഞ്ഞാലും ഞാൻ നാളെ തന്നതിന്റെ കയ്യിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റില്ല. പണ്ടൊരു ആള് ഒരു യജമാനന്റെ കൂടെ ബാല്യക്കാലം പോരുന്ന ഒരു കാലം കണ്ടത്. അപ്പൊ ഇദ്ദേഹം വലിയ ആഠ്യത്തുള്ള ആളാണ്. ബാല്യക്കാരൻ ഉടുക്കാൻ ഉണ്ടൊന്നും ഇല്ല. അപ്പൊ ഈ പ്രതാപി ഉടുത്തു മുഷിഞ്ഞ് വരുന്ന മുണ്ടാണ് ആർക്ക് കൊടുക്കുക? ആ ബാല്യക്കാരൻ കൊടുക്കുക. ബാല്യക്കാരൻ അതുകൊണ്ട് ഒരു ഇറക്കി ഉടുത്തോണ്ട് യജമാനന്റെ കൂടെ പോകുമ്പം കാണുന്നവരോടെല്ലാം പറയും, ഇത് രാമന്റെ മുണ്ടല്ല കേട്ടോ, നമ്മുടെ മുണ്ടാണേ. അങ്ങനെ കേട്ട് 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 ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. എന്തായി? നാട്ടുകാരോടെല്ലാം പറയുന്നത് എന്റെ മുണ്ടാണ് രാമൻ. ഒരു ദിവസം പറഞ്ഞു, യജമാന ഇങ്ങനെ പറഞ്ഞ് എന്നെ കളിയാക്കണമെന്ന് ചോദിച്ചു. എങ്ങനെ? ഇത് എന്റെ മുണ്ടാണ് എന്റെ മുണ്ടാന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോടെല്ലാം പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങ് തന്ന മുണ്ടാണെന്ന്. ഇത് എന്തിനാ നാട്ടുകാർ? ഇനിയും പറയില്ല കേട്ടോ. രാമന് സന്തോഷമായി. എന്താ നീ നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞ അടുക്കില്ല. പിറ്റേ ദിവസം ഇറങ്ങി പോകും പറയും, ഇത് നമ്മുടെ മുണ്ടല്ല കേട്ടോ, രാമന്റെ തന്നെ. ഇതുപോലെ നമ്മള് എന്തെങ്കിലും കൊടുത്തിട്ട് 10 പേരോട് അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനവും
ഉണ്ടാവില്ല. എന്തായാലും അതുകൊണ്ട് ദാനത്തെ കൊടുക്കുമ്പോ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. അങ്ങനെ ഈ ഒന്നാമത്തെ ദിവസം ദാനം വാങ്ങിയ ബ്രാഹ്മണന്റെ തൊഴുത്തിൽ നിന്ന് നൃഗന്റെ തൊഴുത്തിൽ വന്ന് കയറിയ പശുവിനെ രണ്ടാം ദിവസം മറ്റൊരാൾക്ക് ദാനം ചെയ്തു. ഒന്നാം ദിവസത്തെ ആളിനെ നമുക്ക് എ എന്നും രണ്ടാമത്തെ ആളിനെ ബി എന്നും വിളിക്കാം. അപ്പോ എ എന്ന ബ്രാഹ്മണൻ തന്റെ പശു നഷ്ടപ്പെട്ടതോർത്തതിനെ അന്വേഷിച്ച് അങ്ങനെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെ പോണ വഴിക്ക് ബി എന്ന ആള് ഈ പശുവിനെ കൊണ്ട് വരുന്നതുണ്ട്. വഴി തടഞ്ഞു ചോദിച്ചോടാ കള്ള, നീ എന്റെ പശുവിനെ മോഷ്ടിച്ചോണ്ട് പോയില്ലേ? അപ്പോ ബി പറഞ്ഞു, ഞാൻ നിന്റെ പശുവിനെ മോഷ്ടിച്ചിട്ടില്ല, പിന്നെയോ എനിക്ക് നൃഗൻ ദാനം ചെയ്തതാണ്. അപ്പൊ ഏ പറഞ്ഞു, അതെങ്ങനെ ഇന്നലെ എനിക്ക് ദാനം തന്ന പശുവിനെ നിനക്കിന്നെങ്ങനെ ദാനം ചെയ്തേ? അതെന്തായാലും ഉണ്ടാകാൻ നിവർത്തിയില്ല. അപ്പൊ നീ മോഷ്ടിച്ചത് തന്നെ. ബി പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, സംശയമുണ്ട്, ഏതാ നൃഗന്റെ അരികിൽ തന്നെ പോകാനായി. അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? നൃഗന്റെ അരികെ ചെന്നു. നൃഗന്റെ അരികെ ചെന്നിട്ട് നൃഗനോട് ഏ പറഞ്ഞു, എനിക്ക് ഇന്നലെ ദാനം നൽകിയ പശുവിനെ അദ്ദേഹം ഇവ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. അപ്പൊ ബി പറഞ്ഞു, രാജൻ, ഇന്ന് അങ്ങ് എനിക്ക് തന്ന പശുവായത്, അതെങ്ങനെ ഇവന്റെ ആവാൻ? അവസാനം നൃഗൻ എന്ത് മനസ്സിലായി? എവിടെയോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എയോട് പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്തോളൂ, അങ്ങേക്ക് ഒരു പശുവല്ലേ പോയുള്ളൂ, ഞാൻ 1000 പശുക്കളെ തരാൻ ഇതുപോലത്. ആ പശുവിനെ ആർക്ക് കൊടുത്തേക്കാം? ബിക്ക് കൊടുത്തേക്കാം. അപ്പൊ ബി പറഞ്ഞു, എനിക്ക് ഈ പശു ആവശ്യമില്ല. ഒരുത്തന് കൊടുത്ത പശുവിനെ എനിക്ക് ദാനം നൽകിയത് ഒരിക്കലും ശരിയായില്ല. അതുകൊണ്ട് ഒരുത്തന് കൊടുത്ത ദാനത്തെ സ്വീകരിക്കാൻ ഞാൻ, അതുകൊണ്ട് എനിക്ക് ഈ പശുവിനെ വേണ്ട, ഇയാളെ 1000 പശു എനിക്ക് വേണ്ട. അപ്പൊ ഏയോട് പറയുന്ന തിരിച്ചങ്ങോട്ട് കൊടുക്കാം, അങ്ങേക്ക് ഞാൻ 1000 പശു, അങ്ങേരും പറഞ്ഞു എനിക്ക് വേണ്ട. രണ്ടുപേരും ഈ പശുവിനെ അതുകൊണ്ട് എന്തു പറ്റി? ദാനം തിരിച്ചെടുത്ത പാപഫലം അനുഭവിക്കേണ്ടി വന്നു. ആർക്ക്? നൃഗൻ. തന്നെയല്ല, ബ്രഹ്മസ്വം കട്ടതിന് തുല്യമായി അവര് പോയി. നൃഗന്റെ ആയുഷ്കാലമൊക്കെ കഴിഞ്ഞു. നൃഗൻ മരണപ്പെട്ടു. യമലോകത്ത് ചെന്ന് ചിത്രഗുപ്തൻ കമ്പ്യൂട്ടർ എടുത്ത് നോക്കിയപ്പോ 100ൽ 99 മാർക്കുണ്ട്. ആർക്ക്? നൃഗന്. ഒറ്റ മാർക്കിന്റെ കുറവേ ഉള്ളൂ. നമ്മുടെ നോക്കിയാലോ, നമുക്ക് വട്ടക്കൊട്ട വെള്ളം കോരുന്ന പോലെ ആയിരിക്കും അല്ലേ? നമുക്കൊന്നും കാണില്ല. അപ്പൊ നോക്കിയപ്പോ എന്താ? ബ്രഹ്മസ്വം മോഷ്ടിച്ചതിന് തുല്യമാണ് അറിഞ്ഞായാലും അറിയാതെയായാലും എടുത്തത്. ചോദിച്ചു, ഈ ഒരു തെറ്റിന്റെ ശിക്ഷ വേണോ ആദ്യം, അതോ ഈ 99ന്റെ ഫലം വേണോ ആദ്യം? നമ്മളാണ് എന്താ പറയുക, 99ന്റെ ആദ്യം അല്ലേ? പക്ഷെ നൃഗം പറഞ്ഞു, എനിക്ക് ആ 1ന്റെ ആദ്യം. നോക്കിയപ്പം ബ്രഹ്മസ്വം എടുത്തതിന് ശിക്ഷ എന്താ? 1000 സംവത്സരം ഓന്തായിട്ട് പറയും. നമ്മളൊക്കെ എത്ര സംവത്സരം കടക്കുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. എന്താ കാരണം? നമ്മൾ ഒരുപാട് ബ്രഹ്മസ്വം മോഷ്ടിച്ചിട്ടുണ്ട്, ഇല്ലേ? ഇല്ലേ?
അതിന്റെ മറ്റൊരു ഭാഗമാണ് ദേവസ്വം. ബ്രഹ്മസ്വം ജ്യേഷ്ഠനാണെങ്കിൽ ദേവസ്വം അനുജനാണ്. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് ആ മക്കൾ നിൽക്കുക. അപ്പൊ 1000 സംവത്സരം ഓണ്ടായിട്ട് കിടക്കണം ഈ പൊട്ടക്കിണര്. ചോദിച്ചു, ശിക്ഷ കഴിഞ്ഞാലോ? ശിക്ഷ കഴിഞ്ഞാൽ സാക്ഷാൽ നാരായണനെ കാണുന്ന ദിവസം നിനക്ക് മോക്ഷം. അന്നേരം ഈ 99 സുഖം അനുഭവിക്കാം. അതെന്തായിരിക്കും? നിനക്ക് ഈ 1 കഴിഞ്ഞ് തരാൻ പറഞ്ഞ ആദ്യം ഈ 99, നമ്മളെ പോലെ 99 മേടിക്കാൻ 1 ആദ്യം ഞാൻ പറഞ്ഞെന്തായിരിക്കും? നിങ്ങൾക്കത് തോന്നുന്നു എന്തായിരിക്കും കാരണം? അത് കഴിയുമ്പോൾ ഭഗവാനെ കാണാം. ഒരിക്കലും ഒരാൾക്ക് ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വീഴാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. അതേസമയം കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് ഒരു ജീവിതം ഉയർച്ചയിലേക്ക് എത്തിയാൽ അതിന് മാധുര്യം. കഷ്ടതകൾ അനുഭവിച്ചു വരുന്നവനെ സംബന്ധിച്ച് അവൻ സ്വാംശീകരിക്കുന്ന അല്ലെങ്കിൽ അവൻ ആർജിച്ചെടുക്കുന്ന ഓരോന്നും അവൻ മനസ്സ് നിറഞ്ഞ് ആനന്ദത്തോടു കൂടി അതിനെ സ്വീകരിക്കും. അല്ലാത്തവനോ ഇപ്പൊ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ പെട്ടെന്ന് കൈ കാശ് കിട്ടുന്നവനാണെങ്കിലോ അവനത് നശിപ്പിച്ചു. തന്നെയല്ല, സുഖലോലുപയിൽ നിന്ന് അധോഗതിയിലേക്ക് പോകുമ്പോ ഒരിക്കലും അത് അത്ര പെട്ടെന്നൊന്നും താങ്ങാൻ സാധ്യമാണ്. ഇപ്പൊ നമ്മളെ ഒരാൾ ഒരുപാട് അഗാധമായിട്ട് സ്നേഹിച്ചു നോക്കാം, പെട്ടെന്ന് ആള് നമ്മളെ വിട്ടുപോയാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായാലും സ്നേഹിക്കുന്നൊന്നുമില്ല ആരും. അത് വേറെ പ്രശ്നം. നമുക്ക് ആ സ്നേഹമുണ്ട്. ആർക്കെങ്കിലും സ്നേഹമുണ്ടോ? ആർക്കും ഒരു സ്നേഹവും ഇല്ല. പറച്ചില്ല എന്റെ പോയ ആ ചങ്ക മാപ്പിളാന്നൊക്കെ ഒന്നുമില്ല. കാര്യം കണ്ടു കഴിഞ്ഞാൽ സ്വാഹ. അപ്പൊ അതുകൊണ്ട് നൽകാൻ പറഞ്ഞു, എനിക്ക് ആ ഒരു തെറ്റിന്റെ ശിക്ഷ ആദ്യം തരിക. അങ്ങനെ ആ ശിക്ഷ നേടിക്കൊണ്ട് ഓന്നായിട്ട് വന്ന ആളാണ് ആര്? ഈ നിറകൻ. ഈ ഓന്തിനെയാണ് ആര് കാണുന്നത്? ഭഗവാന്റെ മക്കൾ കാണുന്നത്. അപ്പൊ ഭഗവാൻ മക്കളോടൊരു കാര്യം പറഞ്ഞു. എന്താ? ബ്രഹ്മസ്വം എന്ന് പറയുന്നത് വിഷത്തേക്കാൾ വലിയ വിഷമാണ്. ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തില് ഉണ്ടാവാനും പാടില്ല. ബ്രഹ്മസ്വം എന്നത് ദഹിപ്പിക്കുന്ന ഒന്നാണ്. അതിന്റെ മറ്റൊരു ഭാവമാണ് ഈ പറഞ്ഞ ദേവസ്വം. ദേവന്റേതും ബ്രാഹ്മണന്റേതും രണ്ടും എടുക്കലും. ദേവന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഒരു നാണയം നമുക്ക് അർഹതയില്ലാതെ നമ്മൾ എടുത്തോണ്ട് പോയാൽ സന്തതി പരമ്പരകൾ അനുഭവിക്കേണ്ടി വരും. 7 തലമുറ ഉമി നീറുന്ന പോലെ നിന്ന് നീറുന്നവരെയാണ്. യോതിനൊരു അനുജനുണ്ട്. ആരാന്നറിയാമോ? അരണ. അപ്പൊ അരണെ കണ്ട എന്തോ ഓർത്തോണം? ആ പൂർവ്വജന്മത്തിലെ ഏതോ കമ്മിറ്റിക്കാരനാണ്. എന്താണ്? ദേവന്റെ മുതൽ അടിച്ചു മാറ്റിയതാ. ദേവന്റെ മുതൽ എടുക്കാം എന്ന് പറയും. ആർക്കാന്നറിയാമോ? ഒരു നേരം പോലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരുവനാണെങ്കിൽ അവനതിൽ നിന്ന് എടുക്കണം. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് കൊട്ടാരത്തിൽ തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരും ഒക്കെ വരുമ്പോ അവര് ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോ അവസാനത്തെ പടിയില് കാല് തട്ടിക്കുടയും. എന്താ കാര്യം?
അതിനകത്തുനിന്ന് ഒരു തരി മണ്ണ് പോലും തന്റെ കാലയിൽ പറ്റി തന്റെ വീട്ടിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ അത് ദേവന്റെ മുതലാണ്, പത്മനാഭന്റെ മുതലാണെന്നുള്ള സങ്കല്പത്തിൽ സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്നും അത് ആ രീതിയിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നത്. ഇന്നെങ്ങാണുമാണെങ്കിലോ പൊടി കിട്ടുമായിരുന്നു. അതുകൊണ്ട് അവരെ പത്മനാഭന്റെ ദാസൻ എന്ന് തന്നെ ഇന്നും തമ്പുരാട്ടിന്നും ഒക്കെ വിളിക്കാൻ തോന്നുന്നതും അതുകൊണ്ടാണ്. കാരണം അവരുടെ പൂർവികരായിട്ടുള്ളവര് ചെയ്തു വെച്ച ആ സൽക്കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ് ഇന്നും അവര് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നത്. ഒരു 4-5 വേദിയിലുള്ളവരോടൊപ്പം തമ്പുരാട്ടി ഉണ്ടാകും. പദ്ധതി കൊടുത്താലൊക്കെ ഇത്ര വിനയമുള്ള ഒരു ജന്മം സ്ത്രീന്നൊന്നും പറയാൻ നാവ് പൊങ്ങില്ല. അറിവിന്റെ കാര്യത്തിൽ അപാരമായ അറിവുള്ള ഒരു ജന്മമാണ്. എന്നിട്ടും നമ്മളോടൊക്കെ ഇടപെടുന്നത് കണ്ടാല്, ഒരിക്കലും കൊട്ടാരത്തില് ഒരു യജ്ഞവേദിയിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തിലേക്ക് നടക്കുമ്പോ അവിടുന്ന് ഞാൻ അങ്ങോട്ട് പോയിരിക്കാം. ചെന്ന് കയറിയപ്പോഴേ ഓടി ഒന്ന് കാൽക്കൽ നമസ്കരിക്കുക ചെയ്തു. എന്റെ കാൽക്കൽ ഞാനങ്ങ് പറ്റാതായി പോയി. കാരണം അറിവിന്റെ കാര്യത്തിൽ അവരൊക്കെ എന്നെക്കാളൊക്കെ എത്രയോ ഉയരങ്ങളില്ല. ഞാൻ പറഞ്ഞ അരുതേ തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞു, അല്ല, അങ്ങ് സാധാരണ നിലയിലല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു ആചാര്യപീഠത്തിലിരിക്കുന്ന ആചാര്യനാണ്. അങ്ങയെ നമസ്കരിക്കുക എന്നുള്ള എന്റെ ധർമ്മമാണ്. അതിശയിച്ചു. ആ ഓരോ വ്യക്തികൾക്കും ഇരിക്കുന്ന പീഠത്തിന്റെ മഹത്വത്തെ, അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെ അറിഞ്ഞ് ഇത്രമാത്രം ആദരവ് കൊടുത്തുകൊണ്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തമ്പുരാട്ടി എന്നല്ല, തമ്പുരാട്ടി അമ്മയെന്ന് തന്നെ വിളിക്കണമെന്ന് പറയും. കാരണം ഇന്ന് രാജഭരണമാണെങ്കിൽ നാടിന്റെ ഭരണാധികാരിയാണ്. അതാണ് മനുഷ്യന്റെ അറിവ് കൂടുന്തോറും ഉണ്ടാകുന്ന വിനയം. ആളറിഞ്ഞ് പെരുമാറുക എന്ന് പറയും. വരുന്ന ആളിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരിരിക്കുന്ന സ്ഥാനത്തെ അറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറുക. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് കാലത്ത് ഇത് ഭഗവാന്റെ സ്വത്താണ്, അത് ഭഗവാനുള്ളതാണ്, ഞങ്ങൾ ദാസന്മാരാണ്, ഭഗവാന്റെ മുതൽ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്നൊരു സങ്കല്പത്തെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് പത്മനാഭ ദാസന്മാരായിട്ട് ജീവിച്ചത് കൊണ്ട് ഭഗവാന്റെ മുതൽ അന്ന് അതുപോലെ സൂക്ഷിച്ചു വെക്കാൻ അവർക്ക് കഴിഞ്ഞു. നാളെ പൊടി കാണില്ല. എവിടെ പോയെന്ന് വെച്ചാൽ ആർക്കിട്ട് അറിയത്തുമില്ല. അറിയൂ, അതാണ് ഭഗവാനിൽ സമർപ്പിതമായിട്ട് ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അതുകൊണ്ട് ദേവന്റെ മുതൽ തൊട്ടുപോവരുത്. നമ്മൾ ഒരുപാട് ഭഗവാന്റെ മോഷ്ടിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? മോഷണം കൊണ്ടിട്ട സാധനം അടിച്ചോണ്ട് പോകാന്ന് മാത്രമല്ല, കൊടുക്കാന്ന് പറയുന്നത് കൊടുക്കാതിരിക്കുന്നതും മോഷണമാണ്. ഇപ്പൊ സപ്താഹത്തിന് പന്ത് പറഞ്ഞു, തവണ 5000 രൂപ കൊടുക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചു നോക്കാം. നോട്ടീസ് നോക്കിയപ്പോ എല്ലാ ദിവസവും അന്നദാനത്തിന് ആളുണ്ട്. പിന്നെ 5000 ആവശ്യമില്ല. 19 ആ കരി സ്പോൺസർ ഉണ്ട്, 10-15 പാട്ട എണ്ണ സ്പോൺസർ ഉണ്ട്. അപ്പൊ പിന്നെന്താ ഇനി അതിലും വേണ്ടിയുള്ളൂ. ചിലവര് പന്തലും മൈക്കും ആചാര്യന്മാർക്കുള്ള ദക്ഷിണയിലുള്ളൂ. അപ്പൊ പിന്നെന്തിനാ? അപ്പൊ പിന്നെ 5000 രൂപ എല്ലാരും കൊടുക്കുന്നല്ലേ. അപ്പൊ പിന്നെ ഞാനിപ്പോ 5000 കൊടുത്തില്ലേലും അവസാനം നോക്കി വന്നപ്പം ഒരു കാരണവശാലും 5000 രൂപ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അവസാനം സപ്താഹം തീർന്ന 3 ദിവസം കഴിയുമ്പോൾ കൊണ്ട് എത്ര കൊടുക്കും? സപ്താഹത്തിന് കൊടുക്കൂല. 5000ന്റെ ഒരു പൂജ ഒന്ന് അത്രയല്ലേ, ഒരു പൂജയല്ലേ പോയുള്ളൂ. അപ്പൊ എത്ര മോഷ്ടിച്ചു ഭഗവാന്റെ? 4500 രൂപ ഭഗവാന്റെ മോഷ്ടിച്ചു. തിരിച്ച് 45,000 കൊടുത്താലും പരിഹാരമാവൂല.
ഓർത്തോ, കൊടുക്കാം എന്ന് ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ടോ മനസ്സിലോ സങ്കല്പം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കൊടുത്തില്ലെങ്കിൽ ദേവന്റെ മുതല് മോഷ്ടിച്ചതിന് തുല്യ. നമ്മളിപ്പോ ആലോചിക്കുന്ന കമ്മിറ്റിക്കാരനെ പറ്റിച്ചു, അവൻ പ്രസിഡന്റ് ആയതുകൊണ്ട് അവനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഒപ്പിച്ച പണിയാൻ ഞാനിതൊന്നാണ്. പറ്റുന്നത് അവനല്ല, പിന്നെ ആർക്കായിരിക്കും? ഈ പറഞ്ഞ നിനക്ക് തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അതുകൊണ്ട് ഈശ്വരന് വേണ്ടി സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതിൽ നിന്നൊന്നും എടുക്കാനുള്ള അവകാശം നമുക്കില്ല. തന്നെയല്ല, ഇതൊന്നും എന്റേതാണെന്ന് പറഞ്ഞ് എടുക്കാനുള്ള അവകാശം നമുക്ക് ആർക്കും. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ ഇതിടുന്ന കാര്യം പറഞ്ഞപ്പോ അന്നേരം വരെ ഇരുന്നവരെല്ലാം പതുക്കെ എന്നെ ഒരു ഒളികണ്ണിട്ട് നോക്കിയിട്ട് പതുക്കെ മുങ്ങി. എന്താ കാരണം? അവന്റെ മുമ്പില് പറയാൻ പറ്റുമോ പറയാതിരിക്കാൻ പറ്റുമോ കൊണ്ട് വേണം മുങ്ങിയേക്കാം. നഷ്ടാർക്ക എനിക്കാണോ? അല്ല, നിങ്ങൾക്ക് തന്നെയാണ്. ഇത് ചെയ്താലും ഉള്ള ലാഭവും നിങ്ങൾക്കാ, ചെയ്തില്ലുള്ള നഷ്ടവും നിങ്ങൾക്ക്. രണ്ടും എന്നെ ബാധിക്കണമല്ല, ആണോ? നാളെ ഒരിക്കൽ വന്നെങ്കിലായി വന്നില്ലെങ്കിലായി, രണ്ടായാലും എന്നെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷേ നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ദേശനാഥന്റെ മണ്ണ്, ആ സങ്കേതം നല്ല രീതിയിൽ വൃത്തിയോടുകൂടി കിടക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോ ഇത്ര ഭംഗിയായിരിക്കുന്നു എന്നുള്ളിലൊരു തോന്നലുണ്ടായാൽ ആ ഒരു ഉള്ളിന്റെ വെളി അകത്തോട്ട് കയറാൻ തോന്നും. അല്ലെങ്കിലോ പുറത്തു നിന്ന് നോക്കേഷ് അതുപോലെ തിരിച്ചു. അതും നഷ്ടമാർക്ക നിങ്ങൾക്ക് തന്നെ. കാരണം അവൻ കയറിയ ചിലപ്പോൾ 1 രൂപ അതിനകത്ത് ഇട്ടു പോകേണ്ടവരായിരിക്കും. പക്ഷെ അവൻ പുറത്തുനിന്ന് ആ വഴി തിരിഞ്ഞു പോയാൽ 1 രൂപ എങ്കിൽ 1 രൂപ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഈ സങ്കേതത്തെ വൃത്തിയാക്കിയിടുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതുകൊണ്ട് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു ഭഗവാൻ, ബ്രഹ്മസ്വം തൊട്ടുപോവരുത്. കാരണം അത് തലമുറകളെ നീറ്റും. ബ്രഹ്മശാപം വലിച്ചു വയ്ക്കരുത്. ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുന്നവന്റെ ശാപം വലിച്ച് തലയെ വയ്ക്കരുത്. അത് വലിയ ദുരന്തമുണ്ടാക്കി. ഈ കാര്യങ്ങളൊക്കെ മക്കളെ പഠിപ്പിച്ചു ഭഗവാൻ. അങ്ങനെ എല്ലാം മനസ്സിലാക്കിയ മക്കളാണ് അതേ മക്കളാണ് അവസാനം ബ്രഹ്മശാപമേറ്റ് യദുകുലം നശിക്കാൻ കാരണക്കാരായി മാറുന്നത്. എന്താ കാരണം? ഞങ്ങളെ രക്ഷിക്കാൻ ഭഗവാനുണ്ടെന്നുള്ള അഹങ്കാരം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ നമുക്ക് അഹങ്കാര ഭാവം ഉണ്ടാവുന്നത്, അത് നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഞങ്ങളെയൊക്കെ എന്തുമാത്രം ഓരോരുത്തരെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഉണ്ടായിട്ട് തരാത്തവരുണ്ട്, ഇല്ലാഞ്ഞിട്ടും തരാത്തവരുണ്ട്. ഉണ്ടായിട്ടും വന്ന് എന്നോടൊക്കെ കള്ളം പറയും. എന്റെ സ്വാമി കുഞ്ഞമ്പലവ സ്വാമി പാവപ്പെട്ടവരാ സ്വാമി എന്നും പറഞ്ഞ് എന്നെ പറ്റിക്കും. ഞാനൊന്നും പറയാറില്ല. എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് എന്നെ പറ്റിച്ച ആരാ അനുഭവിക്കുന്നേ? പറ്റിച്ചോനായിരിക്കാൻ കുഴപ്പം, ഒരു കുഴപ്പമില്ല. എന്താ കാരണം? ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യാൻ വന്നതിന് അർഹമായിട്ടുള്ളത് കൊടുക്കാതെ അവനെ പറ്റിച്ചു വിട്ടാൽ അതിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. നമ്മൾ കാണുമ്പോ അവനെ 5000 രൂപ കുറച്ചാ ഞാൻ കൊടുത്തത്, അവൻ കഷ്ടപ്പെട്ടതിൻ്റെതായ മൂല്യം അവന് കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും.
അതുകൊണ്ട് ആ ഗുരുക്കന്മാര് പറയാറുണ്ട്, യജ്ഞം ചെയ്യുമ്പം വളരെ സൂക്ഷിച്ചേ ചെയ്യാവൂ. ഒരു തരത്തിലുമുള്ള ഒരു ഇകഴ്ച അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. കാരണം അത് അഗ്നിയാണ്, സർവമായിട്ട് ദഹിപ്പിച്ചു കളയുന്ന ഒരു സാധനം. അതുകൊണ്ട് സൂക്ഷിച്ചേ ചെയ്യാവുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും വൈരം വെച്ച് പുലർത്തരുത് യജ്ഞശാലയിൽ. അല്ലെ, യജ്ഞം നടക്കുമ്പോ വൈരം വെച്ച് പുലർത്തിയാൽ ആ വൈരം വെച്ച് പുലർത്തുന്നവന്റെ നാശം ഉറപ്പാണ്. അവന്റെ നാശത്തിലേക്ക് അതുകൊണ്ട് എത്തിക്കും. ദക്ഷിണാഗത്തിലെ പറയില്ലേ, ഈശ്വരനോട് വൈരം വെച്ച് പുലർത്തരുത്. ഇപ്പൊ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശ്വരനോടുള്ള വൈരം തീർക്കല. ഇതിന്റെയൊക്കെ ദുരന്തഫലം എന്തായിരിക്കും അനുഭവിക്കാൻ പോണതെന്ന് അവൻ ജന്മത്തെ വിചാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. സമൂഹത്തിന് ദ്രോഹിയായിട്ട് ഒരുത്തരും ജീവിക്കാൻ പാടില്ല. 100 കണക്കിന് ആൾക്കാരുടെ ആഗ്രഹത്തെ ഒറ്റ ഒരുത്തൻ ഇല്ലാതാക്കുക. അല്ലേ? വളരെയധികം ആൾക്കാർ ഇത് കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ അത് കേൾക്കാൻ അനുവദിക്കാത്തത് ആസുരീഭാവം അവന്റെ നാശത്തിന്റെ തുടക്കാതെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പൊ മേടിച്ച് കെട്ടാൻ പോണത് എന്താന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പൊ ധനത്തിന്റെ അഹങ്കാരത്തിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ എനിക്ക് പിടിപാടുണ്ടെന്നോ അല്ലെ ഞാൻ വിളിച്ച ഉടനെ ഇന്നാൽ ഓടി വരുമെന്നോ ഒക്കെ ധാരണപ്പുറത്ത് ഓരോന്ന് ചെയ്തു വെച്ചാൽ സന്തതികളൊക്കെ ഉള്ളവനാണെങ്കിൽ ഇവന്റെയൊക്കെ സന്തതിയുടെ അവസ്ഥ എന്താന്നുള്ളത് എഴുതിയിടേണ്ട കാര്യമാണ്. ചിലപ്പോ അവൻ നേരിട്ടായിരിക്കത്തില്ല അനുഭവിക്കുന്നത്, സന്തതികളിൽ കൂടിയായിരിക്കും അവൻ അനുഭവിക്കാം. ആ ദുരന്തങ്ങള് കാണാൻ അവൻ ജീവനോട് ഇരിക്കേണ്ടി വരും. നമ്മുടെ സ്വന്തം കൈ മുറിഞ്ഞാൽ നമുക്ക് അത്ര വേദനയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മക്കളുടെ കൈ മുറിഞ്ഞാലോ, നമ്മുടെ കൈ മുറിയുന്നതിനേക്കാൾ കൂടുതൽ വേദന അന്നേരം ഞാൻ അതാണ് മരുന്ന് കഴിക്കുകയാണ് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. മരുന്നൊക്കെ അവിടുത്തെ മാറ്റി വെക്കേണ്ടി വരും. ഞാൻ സത്യം പറയാം, ഇതിന്റെയൊക്കെ ദുരന്ത ഫലം ഇവരൊക്കെ അനുഭവിക്കുന്നത് ഏത് തരത്തിലാണെന്നുള്ളത് ആലോചിച്ച് 2 കേട്ട് അറിഞ്ഞോണം നിങ്ങൾ. കാരണം ഈശ്വരനാമങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വരനാമങ്ങളെ കേൾപ്പിക്കാൻ ഇരിക്കാനുള്ള വഴി ആലോചിക്കുന്നവൻ ആരായാലും ശരി, അവന്റെ നാശം അഗാധമായ ഗർത്തങ്ങളിലേക്കായിരിക്കും. അസുരന്റെ സ്വഭാവമാണ് ഈശ്വരനാമങ്ങളെ ചൊല്ലാൻ അനുവദിക്കാതിരിക്കുക, കേൾക്കാൻ അനുവദിക്കാതിരിക്കുക, ഈശ്വര ദർശനത്തിന് തടസ്സമുണ്ടാക്കി വെക്കുക. ഇതൊക്കെ അസുരന്റെ ഭാവമാണ്. ആസുരീ ഭാവമുള്ളവനാണത് ചെയ്യാം. ഭഗവത് ദർശനത്തിന് തടസ്സമുണ്ടാക്കിയപ്പോഴാണ് 2 അസുരന്മാരായിട്ട് പൊങ്ങി വന്നത്. അല്ലേ? വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാന് ചെന്ന സനകാദി മഹർഷിമാരെ തടഞ്ഞപ്പോ ഈശ്വര ദർശനത്തിന് തടസ്സമുണ്ടാക്കിയതിന്റെ ശാപഫലമായിട്ട് ഭൂമിയിൽ പിറന്നവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അതേ അനുഭവമാണ് ഈശ്വരനാമം കേൾക്കാതെ ഇരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ. ഈശ്വര ദർശനത്തിന് വിഘാതം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈശ്വരനാമം ജപിക്കാൻ അനുവദിക്കാതിരിക്കുന്നതും ഈശ്വരനാമത്തെ കേൾക്കാൻ അനുവദിക്കാതിരിക്കുന്നതും. അടുത്ത ജന്മം എന്തായി തീരുമെന്ന് നോക്കിക്കണ്ട് അറിയേണ്ടി വരും. ഈ ജന്മത്തെ അനുഭവിക്കുന്നത് എന്താണെന്നും നോക്കിക്കണ്ട് അറിയേണ്ടി വരും. പിന്നെ നമുക്ക് സമാധാനിക്കാൻ ഇതെല്ലാം ഭഗവാന്റെ ലീലയാണല്ലോ എന്ന് സമാധാനിക്കണേ. ഞാൻ എങ്ങനെ സമാധാനിക്കണേ? അതും ഭഗവാന്റെ ഒരു ലീല. കാരണം യോഗമില്ലാത്തവർക്ക് ഇതൊന്നും കേൾക്കരുതെന്നുണ്ടെങ്കിലുണ്ട്. കാരണം ജ്ഞാനം ലഭിക്കണത് അല്ലെ ഈശ്വരീയ നാമങ്ങൾ കേൾക്കണത് എവിടെങ്കിലും കുത്തിയിരുന്ന് കേൾക്കാൻ പാടില്ല നമ്മളുണ്ട്. എവിടെയാണോ കിട്ടണത് അവിടെ ചെന്ന് നേടിയെടുക്കണം എന്നൊരു വിധികൾ പറയാറുണ്ട്. ഗുരുമുഖത്തുനിന്ന് കേൾക്കുന്നത് പോലെ ആണില്ല മറ്റുള്ളിടത്തിരുന്ന് കേട്ടാൽ.
തന്നെയല്ല, ഈ ആ സങ്കേതത്തിൽ ചെന്ന് ഇരുന്നിക്കൊണ്ട് കേൾക്കുന്ന പുണ്യം കിട്ടില്ല, വഴി സൈഡിൽ എവിടെങ്കിലും നിന്ന് കേട്ടാൽ. ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ ലീലയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടെ അങ്ങ് സമാശ്വസിപ്പിക്കാം. നാരായണ. ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ ഓരോ വികൃതികളായിട്ട് നമുക്ക് കാണാം. അങ്ങനെയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരാൾക്കൊരു ദുരിതമുണ്ടാവാതെ ഇരിക്കണേ ഈശ്വര എന്നാണ് പ്രാർത്ഥന. കാരണം ഒരാൾക്കൊരു ദുഃഖമുണ്ടായാൽ അതിന്റെ ഒരു ഭാഗവാക്ക് നമ്മളാവേണ്ടി വന്നാൽ അതും സങ്കടമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഇരിക്കാം. ഇന്ന് ഈ ദ്രോഹം ചെയ്യുന്ന ആരോടാണോ ദ്രോഹം ചെയ്യണത്, നാളെ ചിലപ്പം അവനെ കൊണ്ടായിരിക്കും നമുക്കൊരു ഉപകാരം ഉണ്ടാവുന്നത്. ഈശ്വര നിഷേധികളായിട്ട് ജീവിച്ചവരെല്ലാം ഇന്ന് ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈശ്വരനില്ല, ദൈവമില്ല, എവിടെയായിരിക്കണത് എന്നൊക്കെ ചോദിച്ച പലരും ഇന്ന് ഈശ്വരനെ ദർശിക്കാൻ പോയി ഈശ്വര നാമങ്ങളും ജപിച്ച് അതാണ് ഏറ്റവും ശ്രേഷ്ഠം, അന്ന് ജീവിതത്തിൽ മണ്ടത്തരം പറ്റിയതാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കും. ഏത് ഈശ്വര നിഷേധിയും അവസാനം വന്ന് വീഴുന്നത് ആ ഈശ്വരന്റെ പാദങ്ങളിൽ തന്നെയായി. അത് സംശയമില്ല. അതുകൊണ്ട് ബ്രഹ്മസ്വം എടുക്കുകയും ചെയ്യരുത്, ബ്രഹ്മശാപം വലിച്ചു വെക്കുകയും ചെയ്യരുത് എന്ന് മക്കളെ ഭംഗിയായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ സമ്പാദികള് അവസാനം സപ്തർഷികളിൽ നിന്ന് ശാപം വാങ്ങുന്നതാണ് യദുകുലത്തിന്റെ നാശത്തിന് കാരണമായി ഭവിക്കുന്നത്. അതും ഭഗവാന്റെ ലീലയായിട്ടാണ് പറയാറ്. കാരണം ഇതിന്റെ എല്ലാം സംഘാടകനും സംവിധായകനും രചയിതാവും അഭിനേതാവും മ്യൂസിക്കും എല്ലാം ആരായിരുന്നു? ഭഗവാനായിരുന്നു. കാരണം ഭഗവാൻ ഇച്ഛയ്ക്കനുസരിച്ചല്ലാതെ ഒന്നും അവിടെ നടന്നിട്ടില്ല. ഭഗവാൻ ഇച്ഛിച്ചത് മാത്രമേ നടന്നിട്ടുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കുകയാണെങ്കിൽ പിന്നെ ഈശ്വരന് എന്താ വില? ചിലര് വന്ന് പറയാറുണ്ട്, സ്വാമി എല്ലാം കരുതി വെച്ചിട്ടിരിക്കുക, പക്ഷെ സംഗതി നടക്കില്ല. ചിലർ പറയാറുണ്ട്, എന്താ അതിനൊരു പോംവഴി? ചിലർക്ക് വീട് വെക്കുന്നതാവും, ചിലർക്ക് മക്കളുടെ കല്യാണമാവും. സ്വാമി എല്ലാം കരുതി വെച്ചു. ഒരാളെങ്കിൽ 10 വർഷമായിട്ട് കരുതി വെച്ചിരിക്കുക, സ്വർണവും പണവും എല്ലാം, അതിനൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇരിക്കുക മകളുടെ കല്യാണത്തിന് വേണ്ടി. പക്ഷെ വയസ്സ് 10-30 ഇന്ന് വരെ കല്യാണം പറഞ്ഞില്ല. അപ്പോ എന്തെല്ലാം ഉണ്ടായാലും ഈശ്വരന്റെ ഒരു നോട്ടം, ഒരു കൃപാകടാക്ഷമില്ലാതെ ഒന്നും സ്വായത്തമാക്കാൻ സാധിക്കില്ല, ഒന്നും അനുഭവിക്കാനും സാധ്യമാവില്ല. അതാ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ചോറ് മുമ്പിൽ കൊണ്ടുവച്ച് ഉരുട്ടി ചുണ്ടിന്റെ അവിടെ വന്ന് വാ പൊളിച്ച് കഴിഞ്ഞാലും ആ ചോറ് വായ്ക്കകത്തോട്ട് പോകണം എന്നൊരു നിർബന്ധവും ഇല്ല. കാരണം ആ വാ പൊളിച്ചു കഴിയുമ്പോഴായിരിക്കും അകത്തിരുന്ന സാധനം പുറത്തോട്ട് പോയത്. അപ്പൊ ചോറ് കയ്യിലിരിക്കും, വാ പൊളിഞ്ഞും ഇരിക്കും. അങ്ങനെ ആ ബ്രഹ്മശാപം ഒരിക്കലും വലിച്ചു വെക്കരുത് എന്ന് ഭഗവാന് മക്കളോട് പഠിപ്പിച്ചു. അവിടുന്ന് വീണ്ടും അങ്ങോട്ട് പോകുമ്പോ കാളിന്തിയൊക്കെ വിവാഹം കഴിക്കുന്നുണ്ട്. ബാണനുമായിട്ടൊരു യുദ്ധം ഗംഭീരമായിട്ട്
നടക്കുന്നുണ്ട്. അതിനു മുമ്പുള്ള ഒരു കഥാഗോളമാണ് ഭഗവാൻ ഒരു മണി കിട്ടുന്നത്. അതും ഈ പറഞ്ഞതുപോലെ അർഹതയില്ലാത്തത് എടുത്തു വെച്ചാൽ ദുരന്തം ഫല. സത്രാജിത്ത് എന്ന് പറയുന്ന യാദവനെ കിട്ടിയ മണി. ഞാനിതിന്റെ തത്വങ്ങളിലേക്കൊന്നും അല്ല പോണത് കേട്ടോ. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രമായിട്ടേ കണക്ട് ചെയ്ത് പോണുള്ളൂ. ഇതിന്റെ വേദാന്ത തത്വങ്ങളൊക്കെ വേറെ ഉണ്ട്. അവിടേക്ക് ഞാൻ പോകണില്ല. കാരണം ജീവിക്കാൻ അറിയാൻ വയ്യാത്തവന് വേദാന്തം കേട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടോ? ഇല്ല. അഷ്ടാംഗ യോഗത്തിൽ പറയും പ്രാണായാമം ചെയ്യണം, അതിനു മുമ്പ് ആസനം ഉറപ്പിക്കണം. ആസനം ഉറച്ചാലേ പ്രാണായാമം ചെയ്യാനും ധ്യാനത്തിലേക്ക് കടക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ നമ്മുടെ ആസനം ഇതുവരെ ഉറച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തോ ചെയ്യാനും പറ്റണില്ല, പ്രാണായാമവും ചെയ്യാനും പറ്റുന്നില്ല, സമാധിയിലോട്ട് പോവാനും പറ്റുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ആസനം ഉറക്കാത്തവന് സമാധി എന്താന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ പോലെ ജീവിക്കാൻ അറിയാൻ വയ്യാത്തവന് തത്വം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യം ജീവിക്കാൻ പഠിക്കാം. മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാതെ, മറ്റുള്ളവന്റെ അതിലൊന്നും കണ്ണു വെക്കാതെ, മറ്റുള്ളവന്റെ ഒന്നും പിടിച്ചു പറിക്കാതെ, നമ്മുടെ പ്രവർത്തി കൊണ്ട് ഒരുത്തിനൊരു ദുഃഖം ഉണ്ടാക്കാതെ, ഒരുത്തന്റെ അതിന് മാന്താൻ പോവാതെ ആദ്യം സ്വസ്ഥമായിട്ട് ജീവിക്കാനും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്താൽ തന്നെ ഇത് നമ്മൾ ജീവിക്കുകയില്ല, മറ്റുള്ളവരെ ജീവിക്കാനിട്ട് അനുവദിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ എവിടെയാ ഈശ്വര കടാക്ഷം ഉണ്ടാകുക? അപ്പൊ സ്യമന്തകമണി ഈ സത്രാജിത്തിന് കിട്ടിയെന്നാണ്. സത്രാജിത്ത് ഒരു ദിവസം ഇത് അണിഞ്ഞുകൊണ്ട് യാദവരുടെ സഭയിലേക്ക് ചെന്നപ്പം സൂര്യൻ താഴേക്ക് ഇറങ്ങി വരികയാണോ എന്ന് സംശയിച്ചു പോയി. അത്ര തേജസ്. കാരണം സൂര്യഭഗവാൻ കൊടുത്തതാണ് സത്രാജിത്തിന് ഈ ശ്രീമന്തകമണി. ഒരുപാട് കാലത്തെ പ്രാർത്ഥന, അതിനെ നിത്യം പൂജിച്ചാൽ 8 ഭാരം പൊന്നു കിട്ടുമെന്നാണ്. അനേകം സൗഭാഗ്യങ്ങളൊക്കെ സത്രാജിനുണ്ടായി. അപ്പൊ ഈ യാദവ വംശത്തിലേക്ക് സഭയിലേക്ക് ഇറങ്ങി വന്നപ്പോ ഭഗവാൻ പറഞ്ഞത് സൂര്യൻ ഇറങ്ങി വരണമെന്നുമല്ല, സത്രാജിത്ത് ആ സെമന്തകം എന്ന് പറയുന്ന മണി അണിഞ്ഞുകൊണ്ട് വരികയാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഭഗവാൻ പറഞ്ഞു, ഹേ സത്രാജിത്തെ, അനേക കാലങ്ങളായിട്ട് അങ്ങയുടെ കയ്യിൽ ഇരിക്കുകയാണ് ഈ മണി. രാജ്യത്തിന് ഉതകുന്ന വിധത്തിലേക്ക് ഈ മണിയെ തന്നാൽ രാജ്യത്തിന് സമ്പൽ സമൃദ്ധി ഉണ്ടാവും, പ്രജകൾക്ക് സന്തോഷം ഉണ്ടാവുന്നു. പക്ഷേ സത്രാജിത്ത് ഒരു അക്ഷരവും മിണ്ടില്ല. കൊടുക്കാന്നും പറഞ്ഞില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല. ചില നേരത്ത് നമ്മളും അങ്ങനെ അല്ലേ? ഇവര് പറഞ്ഞ മിണ്ടാൻ എഴുന്നേറ്റ പോകാം. പക്ഷെ സത്രാജിത്ത് ഒന്ന് പറഞ്ഞു, മറ്റൊരാൾക്ക് കൊടുക്കാന് അനുവദിച്ചിട്ടില്ല. ഭഗവാൻ അറിയാം. കാരണം നമ്മൾ എന്നാ കള്ളത്തരം പറഞ്ഞാലും ആർക്കറിയാം? ഭഗവാൻ അറിയാം. നമ്മൾ കള്ളത്തരം ആലോചിക്കുമ്പോഴേ ഭഗവാൻ അതവിടെ അറിയും. പിന്നെ എന്നെ പോലെ വേണേ പറഞ്ഞു പറ്റിക്കാന്നുള്ളത് മാത്രം. തൽക്കാലം രക്ഷപ്പെടാം എന്റെ മുമ്പിൽ നിന്ന്. പക്ഷെ ഈശ്വരന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്തായാലും അങ്ങനെ സത്രാജിത്ത് കൊടുക്കാതെ പോയി. അത് അദ്ദേഹത്തിന്റെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സഹോദരനായ പ്രസേനൻ ഇത് ധരിച്ചോണ്ട് പോയി. ഈ പ്രസേന ഇത് ധരിച്ചോണ്ട് പോയപ്പോ ഈ പ്രസേനനെ ഒരു സിംഹം തല്ലിക്കൊന്നു. എന്നിട്ട് ഈ മണിയും കൊണ്ട് സിംഹം പോയി. സിംഹം ഈ മണിയും കൊണ്ട് പോകുന്നത് കണ്ട് ഒരു കരടിക്കുരങ്ങനെ സിംഹത്തിനെ കൊന്നുവെച്ച് മണിയും കൊണ്ടുപോയി. ആ കരടിക്കുരങ്ങാണ് ജാമ്പവാൻ. അങ്ങനെ പ്രസേനനെയും കണ്ടില്ല, മണിയും കാണാതെ വന്നപ്പോ പതുക്കെ റൂമറുകൾ ഇറങ്ങാൻ തുടങ്ങി. എന്താണ്? കൃഷ്ണനാണ് ഈ സെമന്തകമണി അടിച്ചോണ്ട് പോയത്.
അത് പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ല, സത്രാജിത്ത് കൃഷ്ണനാണെന്നും പറഞ്ഞില്ല. കുട്ടിക്കാലം മുതലേ മോഷണശീലമുള്ളവരാണോ അടിച്ചോണ്ട് പോയേന്നൊരു, നമ്മളും അങ്ങനെയാണല്ലോ അല്ലേ? നമ്മൾ ആരുടെയെങ്കിലും കുറ്റം പറയാറുണ്ടോ? ഉണ്ടോ? ഞാൻ ആരുടെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. പിന്നെ തങ്കമണി അങ്ങോട്ട് പോയ കാര്യം മാത്രം ഞാൻ അല്ലെ, ഞാൻ അവളെ കുറ്റം, അവൾ അങ്ങനെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോ അവൾ ആവാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒന്നും കൃത്യമായിട്ട് പറയാം. എന്നാ ഇത് ഇവരോട് പറയുമോ? അവരോട് പറയത്തില്ല. പല വെട്ടിക്കടയിലും അയൽക്കൂട്ടത്തിലൊക്കെ ഇരുന്ന ഇതെല്ലാം പറയാം. അങ്ങനെയൊന്നും പാടില്ല. ആരോടെങ്കിലും വല്ലതും പറയാനുണ്ടെ മുഖത്ത് നോക്കി അങ്ങ് പറയണം, അല്ലെ മുഖത്ത് നോക്കി ചോദിക്കണം. വേണ്ടേ? അതല്ലേ അതിന്റെ ശരി. അല്ലാതെ ആ മൂലയ്ക്ക് മാറിയെന്ന് വെച്ച് ആചാര്യൻ അത്രയ്ക്ക് പോരാ. അപ്പുറം പെട്ടിക്കട ഇരുന്നേച്ച് അങ്ങനെ എന്തോന്നാ പറഞ്ഞേച്ചു പോയേ. ഒരിടത്തൊരു സംഭവം ഉണ്ടായി. ഇങ്ങനെ ഇതുപോലെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ചായ ആ ചായക്കടയിൽ നിന്ന്, അമ്പലത്തിൽ ഉച്ചക്കത്തെ ഒരു നേരത്തെ ഭക്ഷണം ഉള്ളൂ. അപ്പൊ ചായ കൊണ്ടുപോയിട്ട് ഒരാളെ പറഞ്ഞു, സ്വാമിയെ കുറിച്ച് ആ കടയിൽ നിന്ന് ഒരു ചർച്ച ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്തോ പറഞ്ഞു? ഇന്നലെ സ്വാമി ഏതാണ്ട് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചർച്ച. ബാക്കി എന്നെ പറഞ്ഞു. അന്ന് രാത്രി ഇതുപോലെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, പറയാനുള്ളവൻ നേരിട്ട് വന്ന് പറയണം. മുറുക്കാൻ കടയിലും ചായക്കടയിലും അല്ല ചർച്ച ചെയ്യുന്നത്. പറഞ്ഞത് ഞാന്. അതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണേ എന്നോട് വന്ന് ചോദിച്ചാലേ അറിയൂ. അതുകൊണ്ട് തല്ലേട ഉള്ളവൻ, ആണത്തുള്ളവൻ നേരിട്ട് വന്ന് ചോദിക്കണം. അതിന് മറുപടി ഞാൻ തരാം. അല്ലാതെ അവിടെ ഇടയിരുന്ന് മുറുമുറ പറയരുത്. അത് ആണുങ്ങൾക്ക് കിട്ടുന്ന പണിയല്ല പറഞ്ഞു. അന്ന് നിർത്തി. എന്തായാലും ഈശ്വരാധികനുണ്ട്. പിന്നെ ചർച്ചിച്ചിട്ടില്ല. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അത് ഏത് പുണ്യതമ്പരാനായല്ല. എന്റെ ഗുരുനാഥൻ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം, ആണുങ്ങളെ പോലെ. അത് ആരോടായാലും ചിലപ്പോൾ അതിനകത്ത് കുറെ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. അത് നീ നോക്കണ്ട. പറയാനുള്ളത് ആരോടായാലും മുഖത്ത് നോക്കി പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും പറയും കുഷിപ്പോയത്. അപ്പോൾ എന്തായാലും സത്രാജിത്ത് പതുക്കെ മുറമുറ പറയാൻ തുടങ്ങി. പതുക്കെ ഇവിടെ ഭഗവാന്റെ കാതുകളിലെത്തി ഇങ്ങനൊരു ചർച്ച പുറത്ത്. ഭഗവാനെ കാണുമ്പോ എല്ലാരും നമ്മളങ്ങനെയാണല്ലോ, ഈ കുറ്റം പറയുന്നവനെ കാണുമ്പോ നമുക്ക് അങ്ങനെ കാണുമ്പോ അയ്യോ എത്ര കാലമായി കണ്ടിട്ട് എന്റെ പൊന്നെ, ഞാനിങ്ങനെ ഒന്നും പറയുമായിരുന്നു നിന്നെ കുറിച്ച് കേട്ടോ. ഞാൻ ഇന്നലെ ഗോമതിയോട് ചോദിച്ചു നീ എവിടാന്നൊക്കെ എല്ലാം ചോദിച്ചു എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് പുറത്ത് 4 ഇടിയും കൊടുത്തേച്ച് കെട്ടിപ്പിടുത്തം കണ്ടപ്പം ശാന്ത എന്താ വിചാരിച്ച് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങോട്ട് പോയപ്പോ ഗോമതി വത്സലയോട് പറഞ്ഞ എന്താ അറിയാമോ, ഈ സാമാനത്തിന് എന്റെ പൊന്നമ്മച്ചിയൊന്നും പറയുന്നുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അതുപോലെ നാട് മുഴുവൻ എന്തെങ്കിലും അറിയണേ ചില ആൾക്കാരോട് പറഞ്ഞാൽ മതി. എന്നിട്ട് ഒന്നുകൂടെ പറയണേ, എന്തേ നീ എല്ലാരോടും പറയില്ലേ, എനിക്ക് നിന്നോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ മനോരമയും വേണ്ട, മാതൃഭൂമിയും വേണ്ട, ഏഷ്യാനെറ്റും വേണ്ട, ജനവും വേണ്ട, ഒന്നും വേണ്ട, സംസ്ഥാനവും ഇന്ത്യ എല്ലാവരും ഒന്നും നല്ല സ്വഭാവമല്ല. അതൊക്കെ മാറ്റണം. നിന്നെ കൊണ്ട് നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം. അത് നല്ല സ്വഭാവമല്ല, മനുഷ്യന് ചേർന്ന സ്വഭാവമല്ല. പറയാനുള്ളത് ആരോടാണെങ്കിലും അറിഞ്ഞ കാര്യമാണ്. മുഖത്ത് നോക്കിച്ചേക്കണം. ഇങ്ങനൊരു സംഭവം അറിഞ്ഞ് സത്യമാണോ എന്ന് ചോദിക്കുക അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഭഗവാനെ കാണുമ്പോൾ ആരും ഒന്നും വേണ്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇത് കേട്ടപ്പോ ഭഗവാന് മനസ്സിലായി എന്നെ കുറിച്ച് ഇങ്ങനെ ചർച്ച അവിടെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. ഭഗവാൻ എന്ത് ചെയ്തു? ഇതിന്റെ നിജസ്ഥിതിയെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാനും ഭഗവാന്റെ 3-4 ഭടന്മാരും ഒക്കെ കൂടെ കൂടി
സെമന്തകമന്വേഷണം. അങ്ങനെ തപ്പിച്ച ആദ്യത്തെ ഫിംഗർ പ്രിന്റ് വെച്ച് കേസ് തെളിയിച്ച ആള് ഭഗവാനാ. CBI ആദ്യത്തെ CBI ഓഫീസർ ഭഗവാനാ. ഇങ്ങനെ കേസ് തെളിയിക്കാം. പോയ വഴിക്കെല്ലാം നോക്കിയപ്പോഴോ പ്രസേനം പോയ ആ കുതിരയുടെ കുളമ്പടികൾ തപ്പി ചെന്ന് കുറെ കഴിഞ്ഞപ്പം കുതിര അവിടെ ചത്തു കിടക്കണത് കണ്ടു. അപ്പൊ നോക്കി അടുത്ത കാൽപ്പാട് ആരുടെയാണ് നോക്കിയപ്പോ സിംഹത്തിന്റെ കാൽപ്പാട് കണ്ടു. ആ കാൽപ്പാടുകളെ തേടിപ്പോയി പിന്തുടർന്നു. അങ്ങനെ കുറെ കൂടെ മുൻപോട്ട് ചെന്നപ്പോ സിംഹം അവിടെ ചത്തു കിടക്കണത് കണ്ടു. അപ്പൊ നോക്കിയപ്പോ അടുത്ത കാൽപ്പാട് കണ്ടു, കരടിക്കുരങ്ങിന്റെ. ആ കാൽപ്പാടുകളെ പിന്തുടർന്ന് ചെന്നെത്തിയത് ജാമ്പവാന്റെ ഗുഹയ്ക്കകത്താണ്. ചെന്നപ്പോഴോ അവിടെ ഒരു കുട്ടിക്കുരങ്ങൻ അവിടെ ഇരുന്ന് ഈ മണി എടുത്തിട്ട് കളിക്കുന്നു. ഇതാ കുരങ്ങന്മാരുടെ ഈ മണി കിട്ടിയാവുള്ളപ്പം ഇതിന്റെ വില അറിയാൻ വയ്യാതെ ദുരുപയോഗം ചെയ്യും. ചിലർക്ക് അങ്ങനെ അച്ഛനപ്പന്മാരായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടൊക്കെ എന്ത് ചെയ്യും? എഴുതി തള്ളി വിറ്റ് മുടിച്ച് നാശക്കോലാക്കും. എന്താ കാരണം? കുരങ്ങന്റെ കിട്ടിയ പോലെ അതിന്റെ വില അറിയില്ല. അവരുടെ കഷ്ടപ്പാടിന്റെ വില അറിയാൻ വയ്യാത്തോണ്ട് കിട്ടിയ പോലെ ഇല്ലാതാക്കും. അപ്പൊ എന്തായാലും അതുകൊണ്ട് ഇവിടെ ജാമ്പവാന്റെ മക്കളിൽ വന്നിരുന്ന് അവിടെ നിന്ന് മണിയിട്ട് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരാളെ കൂട്ടി കയറി ചെല്ലുന്നുണ്ട്. കണ്ടു പേടിച്ചിട്ട് ഒരു കരച്ചിൽ ഇറങ്ങുന്ന കരുതും. ജാമ്പവാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴോ ഒരുത്തൻ താണ്ടാ അവിടെ വന്ന് ഗടാവിടാന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഒന്നും നോക്കില്ല, കൊടുത്തൊരൊറ്റയാക്കി. ആര്? ഭഗവാൻ തിരിച്ചു വടി കൊടുത്തു. 18 ദിവസമോ 28 ദിവസമോ മറ്റോ രണ്ടുപേരും കൂടെ അടക്കം പടക്കം അടിയായി. സാധാരണ ജാമ്പവാന്റെ ഒരു അടി കിട്ടിയാല് പിന്നെ അവൻ ജീവിതകാലത്തൊന്നല്ല അവന് ജീവൻ പിന്നെ ഉണ്ടാവില്ല. അത്ര കരുത്തനാണ് ജാമ്പവാൻ. ഇത്രയും ദിവസം തല്ലിയിട്ടും വീണ്ടും തന്നോട് എതിർത്ത് നിൽക്കുന്നവൻ ആരെന്നൊരു ആശങ്ക ജാമ്പവാൻ ഉണ്ടായിരുന്ന. അവിടെ ഇരുന്നുകൊണ്ട് തന്റെ പ്രാണപ്രിയനായ തന്റെ സർവസ്വമായ പരമാത്മാവായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ മനസ്സിൽ ധ്യാനിച്ചു. ചോദിച്ചു, ഭഗവാനെ ഇത്ര ശക്തമായിട്ട് എന്നോട് നീണ്ടു നിൽക്കുന്നവൻ ആരാണ്? നോക്കിയപ്പോ ആ യഥാർത്ഥ സ്വരൂപം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സ്വരൂപം ഉള്ളിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു അത്രേ, ഹേ ജാമ്പവാനെ, പൂർവജന്മത്തിൽ ഞാൻ രാമനായിരുന്നുവെങ്കിൽ ഈ അവതാരകാലത്ത് ഞാൻ കൃഷ്ണനാണ്. ഒരാചാര്യൻ പറയണത് കേട്ടു, അങ്ങനെയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കാൻ തുടങ്ങിയതെന്നാ പറയുന്നത്. ശരിയാണോ തെറ്റാന്ന് അതിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ മിക്കവാറും അതിന് സാധ്യത. അങ്ങനെ ഭഗവാനുമായിട്ട് ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യാനുണ്ടായ ഒരു കാരണം പറയണത്, ത്രേതായുഗത്തില് രാമരാവണ യുദ്ധം നടക്കുമ്പോ ജാമ്പവാൻ കൂടെ ഉണ്ടായിരുന്നു ശ്രീരാമചന്ദ്ര പ്രഭുവിന്. അപ്പോ ഭഗവാന്റെ ഈ യുദ്ധവീര്യം കണ്ടപ്പോ ജാമ്പവാന് തോന്നിയത്രേ, ഭഗവാന്റെ ശത്രുപക്ഷത്തെങ്ങാണമായിരുന്നെങ്കിൽ ഇപ്പൊ നല്ലൊരു അടി നടത്തായിരുന്നു ഭഗവാനോടൊപ്പം. അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാത്രേ, ജാമ്പവാനെ അടുത്ത വരവിന് നിന്റെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു തരാം. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു ആണ് ഈ ശ്രീകൃഷ്ണനായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ജാമ്പവാൻ സെമന്തകമണി എടുത്ത് കയ്യിൽ കൊടുത്തു. അതിന്റെ കൂടെ വേറൊരു മണിയും കൂടെ കൊടുത്തു. ഓഫറാണ്. ജാമ്പവതി എന്ന് പറയുന്ന ഒരു മണിയെ കൂടെ കൈ കൊടുത്തു. ഭഗവാൻ ആരെന്ത് കൊടുത്താലും വേണ്ടാന്ന് പറയുന്നൊരു സ്വഭാവം ഇല്ല. അതുകൊണ്ട് ആ മണിയെ കൂടെ കൂട്ടത്തിലങ്ങ് ദേവി ഭാഗവത്തിന്റെ മാഹാത്മ്യത്തില് പറയുന്ന കഥ ഇതാണ്. ഇങ്ങനെ ഈ യുദ്ധം ജാമ്പവാനായിട്ട് യുദ്ധം ഗുഹയിൽ നടക്കുമ്പോ കൂടെ പോയിരുന്ന ഭടന്മാരെല്ലാം ഇത്രയും ദിവസമായിട്ട് ഭഗവാനെ കാണാതെ തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചുപോയി ദേവകിയും വസുദേവരും ഒക്കെ അത്യധികം ദുഃഖിതരായി ഭഗവാനെ കാണാതെ വന്നപ്പോ അതിന് പരിഹാരമായിട്ട് ഭഗവാനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പരിഹാരമായിട്ട് ചെയ്തതാണ് ദേവി ഭാഗവതം നവാഹമായിട്ട് പാരായണം ചെയ്ത് ദക്ഷിണ കൊടുക്കുന്ന നേരമായപ്പോ ഭഗവാൻ 2 മണിയായിട്ട് കയറി വന്നു. നമ്മളാണെ മറ്റേ മണിയുടെ കൂടെ വേറെ വല്ല മണിയുണ്ടോ നോക്കും, ഇല്ലേ? കയ്യന്റെ വെഴുത്തല്ലോ ഒക്കെ ഇല്ലേ?
പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട മണിയാണെന്ന് ഒരു നോട്ടം വേറെ നോക്കും. പക്ഷെ ഇവിടെ അതൊന്നും നോക്കിയില്ല. ഭഗവാന്റെ കൂടെ വന്ന മണി എല്ലാവരും സ്വീകരിച്ചു. അങ്ങനെ അത് സത്രാജിത്തിന് തിരികെ കൊടുത്തു. പക്ഷേ സത്രാജിത്ത് അവസാനം ആ ഒരു മണി കാരണം സത്രാജിത്തിന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. അങ്ങനെ സത്രാജിത്ത് ആ കള്ളത്തരം പറഞ്ഞ് നടന്നതിന്റെ കാരണം കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഭഗവാനെ ഇങ്ങനെ അപമാനിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് അതിന്റെ പരിഹാരമായി കൊടുത്ത മണിയാണ് ആര് ആര് ഞാനും പേര് വന്നു. ആരാ? ആരായിരുന്നു? സത്രാജിത്തിന്റെ മകൾ ആരായിരുന്നു? നിങ്ങളുടെ വലിയ വൈഫൈ പോയി, എന്നെയും വൈഫൈ പോയി. സത്യഭാമ. എന്റെ വൈഫൈ ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. അപ്പൊ അങ്ങനെ സത്യഭാമയെ ഭഗവാന് കൊടുത്തു. താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യുന്ന തെറ്റിനൊക്കെ കൊടുക്കാൻ തുടങ്ങുന്ന ആരെങ്കിലും എന്തെല്ലാം കണ്ടില്ലേ പോട്ടെ, നമുക്കൊന്നും ഭാഗ്യമില്ല. അതുകൊണ്ട് അങ്ങനെ എന്തായാലും 8 എണ്ണത്തിനെ ഭഗവാൻ കിട്ടിയെന്നാ. പിന്നെ കാളിന്റെ കെട്ടിയില്ല, അങ്ങനെ 8 പേരെ കിട്ടി. 16,000 എണ്ണത്തിനെ കൂടെ കൂട്ടിയത്. അതായത് ഭൂമിദേവിക്ക് അശുദ്ധിയായിരിക്കുന്ന അവസരത്തിലുണ്ടായ പുത്രനായ നരകാസുരൻ രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരുടെ സുന്ദരികളായ ഭാര്യമാരെ കൊണ്ടുപോയിട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. തന്റെ പുത്രൻ ലോകത്തിന്റെ നാശകാരനാണ് എന്ന് മനസ്സിലാക്കിയ ഭൂമിദേവി പിതാവായ, അതായത് ഈ നരകാസുരന്റെ പിതാവായ ഭഗവാനോട് തന്നെ പറഞ്ഞിട്ട് ഈ നരകാസുരനെ ഭഗവാൻ ഹനിക്കുന്നുണ്ട്. അങ്ങനെ ഹനിച്ചു കഴിയുമ്പോ ഈ നരകാസുരന്റെ കാരാഗൃഹത്തിൽ കിടന്ന ഈ രാജകുമാരിമാരെ, രാജപത്നിമാരെ എല്ലാം മോചിപ്പിച്ചു. അന്നൊരു ശീലമുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. ഗൃഹം വിട്ടു പോവുകയോ അല്ലെ മറ്റൊരാൾ പിടിച്ചോണ്ട് പോവുകയോ ചെയ്താല് തിരികെ അവിടേക്ക് കേറ്റില്ല. അതുകൊണ്ട് എന്തു പറ്റി? ഇവർക്ക് എങ്ങുമെങ്ങും ആശ്രയമില്ലാതെ, പണ്ട് നരകാസുരന്റെ കാരാഗൃഹത്തിൽ കിടന്ന ഭക്ഷണമൊക്കെ വൃത്തിയായിട്ട് കിട്ടിയിരുന്നു, കിടക്കാൻ സുരക്ഷിതമായി. കാരണം നരകാസുരനെ പിടിച്ചാലും മരിക്കില്ല, വേറെ ഉപദ്രവിക്കാൻ. നരകാസുരന്റെ ഉപദ്രവം മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അതല്ല, ആരും ആശ്രയമില്ലാതെയായി. അപ്പൊ ഭഗവാന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു, ഞങ്ങൾ അവിടെ കിടന്നപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഞങ്ങൾക്ക് വേറെ പലതും നഷ്ടപ്പെട്ടു എന്ന് പരാതി, അല്ലെങ്കിൽ ഒരു പരിഭവമായി സങ്കടമായിട്ട് പറഞ്ഞപ്പോ ഒരിക്കലും നിങ്ങൾ അനാഥരാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അവർക്ക് പുടവ കൊടുത്ത് അവരെ സംരക്ഷിച്ചു. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഒരാളെ സ്വീകരിക്കാന് പുടവ കൊടുത്താൽ മതി, അവരെ ഭാര്യയായിട്ട് കണക്കാക്കത്തില്ല. ഉണ്ടോ? അങ്ങനില്ല, ഭാര്യയായിട്ട് കണക്കാക്കൂല. പുടവ കൊടുത്ത് കൂടെ കൂട്ടുകാർ രക്ഷിക്കാനായിട്ട്, വേറെ ആരും അവർക്ക് ശരണമില്ലാതെ വരുമ്പോ അവരെ രക്ഷിക്കാനില്ല. അതുപോലെ ഭഗവാൻ 16,000 എണ്ണത്തിനെ കൂടി, അതാണ് നമ്മൾ പറഞ്ഞു എത്ര ആക്കിയത്? 16,008 എണ്ണം ആക്കിയത്. അങ്ങനെ ഭഗവാൻ ആ പേരുദോഷം മുഴുവൻ മാറ്റി. ഒരാരോപണം ഉണ്ടായാല് അത് മാറ്റേണ്ടത് നമ്മുടെ ധർമ്മമാണ്. പേരുദോഷം കേൾപ്പിക്കാതിരിക്കാമെങ്കിൽ നല്ലത് കേൾപ്പിച്ച തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ടതായ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. പിന്നെ ആ സെനറ്റർ മണിയുടെയൊക്കെ തത്വങ്ങളൊക്കെ വേറെ, അതവിടെ കിടക്കട്ടെ. പിന്നെ അപ്പൊ അതുകൊണ്ട് ഇനി ബാക്കിയൊക്കെ നമുക്ക് നാളെ, ഇനി 6-ാം ദിവസം ഉച്ചയിലെ ഉപാഖ്യാനമൊക്കെയാണ്. അപ്പൊ അത് നമുക്ക് നാളെ തുച്ഛമായ സമയം കൂടെ കിട്ടും. നാളെ ഉച്ചയ്ക്ക് പറയാൻ നേരം കിട്ടുമെന്ന് അറിയില്ല. വൈകുന്നേരം ഇതുപോലെ ചില സമയം കിട്ടും. മറ്റന്നാൾ ഉച്ചയ്ക്കും ചിലപ്പോൾ ചില സമയം കിട്ടിയേക്കും. അപ്പൊ അങ്ങനെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് നാളെ